മലപ്പുറം തിരൂരങ്ങാടിയിൽ വാഹനം തടഞ്ഞ് 2 കോടി കവർന്ന കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. തിരൂരങ്ങാടിയിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ്. കവർച്ചയ്ക്ക് ഉപയോഗിച്ച വടിവാളുകളും മുഖംമൂടിയും കണ്ടെത്തി. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരൂരങ്ങാടിക്കടുത്ത് 2 കോടി രൂപ കവർ ചെയ്ത കേസിൽ ഇപ്പോൾ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് കരീം എന്ന് പറയുന്ന പ്രതിയാണ്. ഇയാളുമായിട്ടാണ് ഇപ്പോൾ താനൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് കവർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വടിവാൾ അടക്കമുള്ളവ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ തടത്തിൽ കരീമിൻ്റെ വീട്ടിലടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഇപ്പോൾ താനൂർ IP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ കരീം അന്ന് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ കിണറിൽ നിന്ന് 3 വടിവാളുകളും 2 മങ്കി ക്യാപ്പും അതേപോലെ അന്നത്തെ വിക്ടിമിൻ്റെ പരാതിക്കാരൻ്റെ മൊബൈൽ ഫോണും അത് തകർത്ത നിലയിലാണ്, നശിപ്പിച്ച നിലയിലാണ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. പിന്നെ കരീമിൻ്റെ വീട്ടിൽ നിന്നും 5 ലക്ഷത്തിൽ കൂടുതൽ തുകയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് ഇനി എവിടെയാണെന്ന്? തെളിവെടുപ്പ് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടി വരും. ഈ കിട്ടാനുള്ള ഒരു പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ നിലവിൽ? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയവരാണ്, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ കരീം അതോടൊപ്പം തന്നെ മറ്റു 2 പ്രതികൾ രജീഷ്, ഫവാസ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഈ കിട്ടാനുള്ള പ്രതി സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഏതായാലും കൃത്യമായ തെളിവുകൾ പോലീസ് പരമാവധി ശേഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് താനൂർ IP വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.